കേരളത്തിന്റെ റെയിൽവേ ഗതാഗത മേഖലയിൽ ഒരു നിർണായക മുന്നേറ്റത്തിന് കളമൊരുങ്ങുകയാണ്. ശബരിമല തീർത്ഥാടകർക്ക് ഏറെ പ്രയോജനകരമാകുന്ന ചെങ്ങന്നൂർ-പമ്പ റെയിൽവേ പാതയുടെ അന്തിമ സർവേക്കായി റെയിൽവേ മന്ത്രാലയം 1.88 കോടി രൂപ അനുവദിച്ചതാണ് ഇതിന് പ്രധാന കാരണം. ഈ പുതിയ പാത യാഥാർത്ഥ്യമാകുന്നതോടെ 4 പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ നിലവിൽ വരും. എന്നാൽ ദീർഘകാലമായി കാത്തിരിക്കുന്ന അങ്കമാലി എരുമേലി ശബരി റെയിൽ പദ്ധതിയുടെ ഭാവി ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. ഈ സാഹചര്യത്തിൽ ചെങ്ങന്നൂർ-പമ്പ പാതയ്ക്ക് ലഭിക്കുന്ന പ്രാധാന്യം വളരെ വലുതാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. നിർദ്ദിഷ്ട ചെങ്ങന്നൂർ-പമ്പ റെയിൽ പാതയ്ക്ക് ഏകദേശം 59.23 കിലോമീറ്റർ നീളമുണ്ടാകും. ഈ പാതയുടെ ഏറ്റവും വലിയ പ്രത്യേകത പൂർണ്ണമായും ഇത് എലിവേറ്റഡ് രീതിയിലാണ്, അതായത് ആകാശപാത നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നതാണ്. ഭൂമിയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കാനും വനമേഖലയെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കാനും ഇത് സഹായിക്കും. ഈ പാതയിൽ ഏകദേശം 20 തുരങ്കങ്ങളും 22 പാലങ്ങളും ഉണ്ടാകും എന്നതാണ് പ്രാഥമിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ പദ്ധതിയുടെ ഏകദേശ നിർമ്മാണ ചെലവ് 6480 കോടി രൂപയാണ് കണക്കാക്കിയിരിക്കുന്നത്. എന്നാൽ പദ്ധതി പൂർത്തിയാകുമ്പോഴേക്കും ഇത് 7208.24 കോടി രൂപയായി വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. റെയിൽവേയുടെ ലക്ഷ്യം ഈ പദ്ധതി 5 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുക എന്നതാണ്. ഈ പാതയുടെ പരമാവധി വേഗശേഷി മണിക്കൂറിൽ 200 കിലോമീറ്റർ വരെയായിരിക്കും. ഇത് വന്ദേ ഭാരത് പോലുള്ള അതിവേഗ ട്രെയിനുകൾക്ക് ഈ റൂട്ടിൽ സർവീസ് നടത്താൻ അവസരം നൽകും. നിലവിൽ ചെങ്ങന്നൂരിൽ നിന്ന് പമ്പയിലേക്ക് റോഡ് മാർഗം യാത്ര ചെയ്യാൻ ഏകദേശം 3 മണിക്കൂറിലധികം സമയം എടുക്കുന്നുണ്ട്. എന്നാൽ ഈ റെയിൽ പാത യാഥാർത്ഥ്യമാകുന്നതോടെ ഈ യാത്രാ സമയം വെറും 45 മിനിറ്റായി കുറയും. ഇത് ശബരിമല തീർത്ഥാടന കാലത്തെ ഗതാഗത കുരുക്കിന് ഒരു വലിയ പരിഹാരമായി മാറും. ചെങ്ങന്നൂർ-പമ്പ റെയിൽ പാതയിൽ 4 പ്രധാന റെയിൽവേ സ്റ്റേഷനുകളാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തേത് ആറന്മുള. പ്രശസ്തമായ പാർത്ഥസാരഥി ക്ഷേത്രത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഈ സ്റ്റേഷൻ തീർത്ഥാടകർക്കും ഈ പ്രദേശത്തെ സാധാരണ യാത്രക്കാർക്കും ഒരുപോലെ ഉപകാരപ്രദമാകും. ആറന്മുളയുടെ സാംസ്കാരിക പ്രാധാന്യം കണക്കിലെടുത്ത് ഈ സ്റ്റേഷൻ ഒരു പ്രധാന യാത്രാ കേന്ദ്രമായി മാറും. അടുത്തത് വടശ്ശേരിക്കര. റാന്നി താലൂക്കിലെ ഒരു പ്രധാന പട്ടണമായ വടശ്ശേരിക്കരയിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ഈ മേഖലയിലുള്ളവരുടെ യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കും. സമീപത്തുള്ള മറ്റ് ഗ്രാമങ്ങളിലുള്ളവർക്കും ഈ സ്റ്റേഷൻ പ്രയോജനകരമാകും. അടുത്തത് സീതത്തോട്. പമ്പയുടെ അടുത്തുള്ള ഒരു പ്രധാന സ്ഥലമാണ് സീതത്തോട്. ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ സ്ഥാപിക്കുന്നത് ശബരിമല തീർത്ഥാടകർക്ക് കൂടുതൽ സൗകര്യപ്രദമാകും. നിലവിൽ പമ്പയിലേക്ക് നേരിട്ട് വാഹന സൗകര്യങ്ങൾ കുറവായതിനാൽ സീതത്തോട്ടിൽ ഇറങ്ങി അങ്ങോട്ടേക്ക് പോകുന്നത് എളുപ്പമാകും. അവസാനത്തേത് പമ്പ. ശബരിമല തീർത്ഥാടനത്തിന്റെ പ്രധാന കവാടമായ പമ്പയിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ഈ യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ദൂരദേശങ്ങളിൽ നിന്ന് വരുന്ന തീർത്ഥാടകർക്ക് വളരെ എളുപ്പത്തിൽ പമ്പയിലെത്താൻ ഇത് സഹായിക്കും. സ്റ്റേഷൻ പരിസരത്ത് തീർത്ഥാടകർക്കുള്ള സൗകര്യങ്ങളും ഒരുക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ നിലയ്ക്കൽ ഭാഗത്ത് റെയിൽപാത ഭൂമിക്കടിയിലൂടെ നിർമ്മിക്കാനാണ് റെയിൽവേയുടെ ഇപ്പോഴത്തെ ശുപാർശ. ഇത് ഈ മേഖലയിലെ വന്യജീവികളെ സംരക്ഷിക്കാനും പരിസ്ഥിതിയുടെ സന്തുലനം നിലനിർത്താനും സഹായിക്കും. വനമേഖലയിലൂടെയുള്ള നിർമ്മാണം പരിസ്ഥിതിക്ക് ദോഷകരമാകാത്ത രീതിയിൽ നടത്താൻ റെയിൽവേ പ്രത്യേകം ശ്രദ്ധിക്കും. ഈ പദ്ധതിയുടെ വിജയകരമായ നടത്തിപ്പിന് ഭൂമി ഏറ്റെടുക്കൽ ഒരു പ്രധാന വെല്ലുവിളിയാണ്. ഏകദേശം 213.687 ഹെക്ടർ ഭൂമി പദ്ധതിക്കായി ഏറ്റെടുക്കേണ്ടി വരും. ഇതിൽ 127.38 ഹെക്ടർ സ്വകാര്യ ഭൂമിയും 81.367 ഹെക്ടർ വനഭൂമിയും ഉൾപ്പെടുന്നു. വനഭൂമി ഉൾപ്പെടുന്നതിനാൽ കേന്ദ്ര വനം മന്ത്രാലയത്തിന്റെ അനുമതി ലഭിക്കേണ്ടത് നിർണായകമാണ്. ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ സുഗമമായി പൂർത്തിയാക്കിയാൽ മാത്രമേ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. ഭൂമിയുടമകൾക്ക് ന്യായമായ നഷ്ടപരിഹാരം നൽകാനും റെയിൽവേ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ അറിയപ്പെടുന്നത് തന്നെ ശബരിമലയുടെ കവാടം എന്നാണ്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം റൂട്ടിലെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണിത്. ശബരിമല തീർത്ഥാടന കാലത്ത് ഇവിടെ വലിയ തിരക്ക് അനുഭവപ്പെടാറുണ്ട്. ഈ സാഹചര്യത്തിൽ സ്റ്റേഷനിൽ 360 കോടി രൂപയുടെ വലിയ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. കേരളത്തിന്റെ തനതായ വാസ്തുവിദ്യയുടെ ശൈലിയിലായിരിക്കും ഈ സ്റ്റേഷൻ നിർമ്മിക്കുക. ഇത് തീർത്ഥാടകർക്ക് കൂടുതൽ മികച്ച സൗകര്യങ്ങളും മനോഹരമായ ഒരു അനുഭവവും നൽകും. 1997 പ്രഖ്യാപിച്ച അങ്കമാലി എരുമേലി ശബരി റെയിൽ പദ്ധതി ഇതുവരെ യാഥാർത്ഥ്യമാകാത്തത് ഒരവസ്ഥയാണ്. 111 കിലോമീറ്റർ നീളമുള്ള ഈ പാതയ്ക്ക് ഏകദേശം 3810 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിച്ചിരുന്നത്. ഈ പദ്ധതിയുടെ നിർമ്മാണ ചെലവിന്റെ പകുതിയായ 1900 കോടി രൂപ വഹിക്കാൻ കേരള സർക്കാർ തയ്യാറാണെന്ന്
കേന്ദ്രത്തെ അറിയിച്ചിരുന്നു. എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളിലെ മലയോര മേഖലകളിലൂടെ കടന്നുപോകുന്ന ഈ പാതയിൽ 14 പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടിരുന്നു. ഇത് ഈ മേഖലയിലെ ഗതാഗത സൗകര്യങ്ങൾക്ക് വലിയ ഉണർവ് നൽകുമായിരുന്നു. എന്നാൽ സ്ഥലം ഏറ്റെടുക്കലിലെ ബുദ്ധിമുട്ടുകളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഈ പദ്ധതിയിൽ കാര്യമായി തടസ്സപ്പെടുത്തി. ഏകദേശം 70 കിലോമീറ്റർ ദൂരത്തിൽ ഭൂമി ഏറ്റെടുത്ത് കല്ലിട്ടിട്ടുണ്ടെങ്കിലും 264 കോടി രൂപ ഇതിനോടകം ചിലവഴിച്ചിട്ടും 2019 ഈ പദ്ധതിയുടെ നിർമ്മാണം പൂർണ്ണമായും നിർത്തിവെച്ചു. ഭൂമി ഏറ്റെടുക്കലിന്റെ ഭാഗമായി നിരവധി കുടുംബങ്ങൾ ഇപ്പോഴും ദുരിതത്തിലാണ്. ശബരി റെയിൽവേ ആക്ഷൻ കൗൺസിൽ ഫെഡറേഷൻ ആവശ്യപ്പെടുന്നത് 1ാം ഘട്ടം എന്ന നിലയിൽ തൊടുപുഴ വരെയെങ്കിലും പാത നിർമ്മിച്ച് ഭൂമി നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം നൽകണം എന്നാണ്. ഈ പദ്ധതിയുടെ ഭാവി ഇപ്പോഴും അനിശ്ചിതത്വത്തിൽ തുടരുകയാണ്. ചെങ്ങന്നൂർ പമ്പ റെയിൽവേ പദ്ധതിയുടെ നിർമ്മാണ ചെലവിന്റെ പകുതി, അതായത് ഏകദേശം 3600 കോടി രൂപ കേരള സർക്കാർ വഹിക്കണം എന്നാണ് റെയിൽവേ മന്ത്രാലയത്തിന്റെ ഇപ്പോഴത്തെ ആവശ്യം. എന്നാൽ സംസ്ഥാന സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ച ശബരി റെയിൽവേ പദ്ധതിയുടെ ചെലവ് പങ്കിടുന്ന കാര്യത്തിൽ പോലും ഒരു അന്തിമ തീരുമാനത്തിൽ എത്തിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ പുതിയ പദ്ധതിക്ക് പണം മുടക്കാൻ സംസ്ഥാനത്തിന് താൽപ്പര്യമുണ്ടാവില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കേരളം ആവശ്യപ്പെടുന്നത് കേന്ദ്ര സർക്കാർ അടിസ്ഥാന സൗകര്യ വികസനത്തിനായുള്ള പലിശരഹിത വായ്പയിൽ നിന്ന് ഈ പദ്ധതിക്കായി പണം അനുവദിക്കണം എന്നാണ്. മറുവശത്ത് അങ്കമാലി എരുമേലി ശബരി റെയിൽ പദ്ധതിയുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ വേണ്ടത്ര സഹകരണം നൽകുന്നില്ല എന്നാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ആരോപിക്കുന്നത്. എന്നാൽ കേരള സർക്കാർ ഈ പദ്ധതിക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് 3 തവണ കത്തയച്ചെന്നും സംസ്ഥാനത്തിന്റെ പ്രത്യേക പ്രതിനിധിയായ KV തോമസ് നേരിട്ട് ചർച്ചകൾ നടത്തിയെന്നും വാദിക്കുന്നു. ഈ തർക്കങ്ങൾക്കിടയിൽ ശബരി റെയിൽ പദ്ധതിയുടെ ഭാവി ഇരുളടഞ്ഞ അവസ്ഥയിലാണ്. ചെങ്ങന്നൂർ പമ്പ റെയിൽപാത യാഥാർത്ഥ്യമാകുന്നതോടെ ശബരിമല തീർത്ഥാടനത്തിന് വലിയ മാറ്റങ്ങൾ വരും. കേരളത്തിന് പുറത്തു നിന്നുള്ള തീർത്ഥാടകർക്ക് വളരെ എളുപ്പത്തിൽ പമ്പയിൽ എത്തിച്ചേരാൻ ഈ പാത സഹായിക്കും. നിലവിൽ ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരുന്ന തീർത്ഥാടകർക്ക് ചെങ്ങന്നൂരിലോ മറ്റ് അടുത്തുള്ള സ്റ്റേഷനുകളിലോ ഇറങ്ങി പിന്നീട് റോഡ് മാർഗം മണിക്കൂറുകളോളം യാത്ര ചെയ്യേണ്ടി വരുന്നു. പുതിയ റെയിൽപാത വരുന്നതോടെ ഈ ബുദ്ധിമുട്ടുകൾ ഒഴിവാകും. റെയിൽവേയുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കാനും ശബരിമലയെ ദേശീയ തലത്തിൽ കൂടുതൽ ശ്രദ്ധേയമാക്കാനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. ഈ പദ്ധതി ലാഭം മാത്രം ലക്ഷ്യമിട്ടുള്ളതല്ലെന്നും തീർത്ഥാടകരുടെ സൗകര്യം മുൻനിർത്തിയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും റെയിൽവേ അധികൃതർ പറയുന്നു. ചെങ്ങന്നൂർ പമ്പ റെയിൽ പദ്ധതിയുടെ വിശദമായ പദ്ധതി റിപ്പോർട്ട് ഈ വർഷം ഓഗസ്റ്റ് അവസാനത്തോടെ റെയിൽവേ ബോർഡിന് സമർപ്പിക്കാൻ ദക്ഷിണ റെയിൽവേ തയ്യാറെടുക്കുകയാണ്. DPRന് ദക്ഷിണ റെയിൽവേയുടെ അംഗീകാരം ലഭിച്ചാൽ ഉടൻ തന്നെ ബോർഡിന് അന്തിമ അനുമതിക്കായി സമർപ്പിക്കും. ബോർഡിന്റെ അംഗീകാരം ലഭിക്കുന്നതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ സാധിക്കും. എന്നാൽ ഈ പദ്ധതിയുടെ മുന്നോട്ടുള്ള പോക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഭൂമി ഏറ്റെടുക്കലും വനം മന്ത്രാലയത്തിന്റെ അനുമതിയുമായിരിക്കും. ഈ കടമ്പകൾ വിജയകരമായി മറികടന്നാൽ ശബരിമല തീർത്ഥാടകർക്ക് ഏറെ ഉപകാരപ്രദമായ ഈ റെയിൽപാത യാഥാർത്ഥ്യമാകും. അതേസമയം അങ്കമാലി എരുമേലി ശബരി റെയിൽ പദ്ധതിയുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമോ എന്ന് കാത്തിരുന്നു കാണേണ്ടിയിരിക്കുന്നു. ഈ 2 പദ്ധതികളും കേരളത്തിലെ റെയിൽവേ വികസനത്തിന് നിർണായക പങ്ക് വഹിക്കാൻ സാധ്യതയുള്ളവയാണ്. ചെങ്ങന്നൂർ പമ്പ പാതയുടെ പുരോഗതി സംസ്ഥാനത്തെ മറ്റ് റെയിൽവേ പദ്ധതികൾക്കും ഒരു പ്രചോദനമായേക്കാം.